അതെ, സന്നിധാനത്തേക്ക് എത്തുമ്പോൾ നമുക്കറിയാം നമുക്കവിടെ അഖിൽ പാലോട്ട് മഠം തുടരുന്നുണ്ട്. അഖിൽ, നമുക്കറിയാം ഇനി മകരവിളക്കിന്റെ നാളുകളാണ്, അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എല്ലാവർക്കും. അതോടനുബന്ധിച്ച് തിരക്കവിടെ വർദ്ധിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും കലോത്സവ വേദിയിൽ നിൽക്കുകയാണ്. പക്ഷെ സന്നിധാനത്തെ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അവിടെയുള്ള തിരക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ദീപിക, സ്വാമി ശരണം. കലോത്സവം ചെറിയ രീതിയിലെങ്കിലും മിസ് ചെയ്യുന്നെങ്കിലും അതിനപ്പുറത്തൊരു ആത്മസംതൃപ്തിയുണ്ട് ശബരിമല സന്നിധാനത്ത് നിൽക്കാൻ കഴിയുന്നതിൽ. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തജന തിരക്കിന്റെ അങ്ങേയറ്റത്തെ പ്രഭാതത്തിലേക്ക് പോവുകയാണ്. ഈ പ്രഭാതം പോലും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ 18-ാം പടി കയറി മുകളിലേക്ക് എത്തുമ്പോൾ പോലും ഫ്ലൈ ഓവറിലേക്ക് കടന്നു പോകുന്ന അവിടെ പോലും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയായി ഇന്ന് മാറുകയാണ്. ഓരോ ദിനരാത്രങ്ങൾ കഴിയുമ്പോഴും, അതായത് ഇനി ഏകദേശം 9 ദിവസങ്ങൾ മാത്രമാണ് മകരവിളക്കിനായി ഉള്ളത്. ഏകദേശം 7 ദിവസം മാത്രമാണ് മകര തിരുവാഭരണം പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടാൻ ഉള്ളത്. എന്തായാലും ശബരിമല സന്നിധാനവും അതുപോലെ തന്നെ പരിസര പ്രദേശവും എല്ലാം തന്നെ വലിയ ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലേക്ക് കടന്നു പോകുകയാണ് എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. കാരണം മകരവിളക്ക് തൊഴുക എന്നുള്ളതാണ് ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വലിയ ആനന്ദ നിർവൃതി ഓരോ അയ്യപ്പ ഭക്തനും നൽകുന്ന കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മകരവിളക്ക് തൊഴുന്നതിലേക്ക് വേണ്ടി വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയായി മാറുകയാണ് ശബരിമല സന്നിധാനം. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മകരവിളക്കിലേക്കായി വരും ദിവസങ്ങളിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഏകദേശം ലക്ഷത്തോളം അടുത്തുകൊണ്ടാണ് ശബരിമല സന്നിധാനത്തേക്ക് അയ്യപ്പ ഭക്തരെത്തുന്ന കണക്കുകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും ഇന്നലെ ഏകദേശം 80,000-ഓളം അയ്യപ്പ ഭക്തരെത്തുന്ന ദിവസമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാകട്ടെ 1 ലക്ഷത്തോളം അടുത്ത അയ്യപ്പ ഭക്തരെത്തിയ ദിവസങ്ങളായിരുന്നു. ഇന്ന് 1 ലക്ഷവും കടന്ന് മുകളിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തരുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അങ്ങകലെ ഫ്ലൈ ഓവറിൽ പോലും അയ്യപ്പ ഭക്തർ വലിയ രീതിയിൽ ക്യൂ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയും തോറും അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് തന്നെയാണ് രാവിലെ അയ്യപ്പ ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങളുടെ ഈ തിരക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം മകരവിളക്കിനോട് അനുബന്ധിച്ച് മകരജ്യോതി കാണുന്നതിലേക്ക് വേണ്ടിയായി അനവധി അയ്യപ്പ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഓരോ അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം മകരസംക്രാന്തി തൊഴുക, വിളക്ക് തൊഴുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ആനന്ദം നൽകുന്ന കാര്യം, ആത്മവിശ്വാസം പകരുന്ന കാര്യം, ഭക്തിയുടെ പരകോടിയിലേക്ക് എത്തുന്ന നിമിഷമാണ് ഓരോ അയ്യപ്പ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം മകരവിളക്ക് തൊഴുക എന്നുള്ളത്. എന്തായാലും ശബരിമല സന്നിധാനത്തേക്ക് ഭക്തജനങ്ങളുടെ വലിയ പ്രവാഹം തന്നെയാണ് ഉണ്ടാകുന്നത്. ദേവിക.